ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ ലെവൽ ഇൻസ്പെക്ഷനും എഞ്ചിൻ ഓയിൽ ലെവൽ റീപ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ്. നിങ്ങൾ ഓരോരുത്തരും തന്നെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. കമ്പനി പറഞ്ഞിരിക്കുന്ന അളവിനേക്കാൾ ഓയിൽ ലെവൽ കൂടിയാലും ഓയിൽ ലെവൽ കുറഞ്ഞാലും നിങ്ങളുടെ വണ്ടിക്ക് തന്നെയാണ് പ്രശ്നം. നിങ്ങളുടെ വണ്ടിയുടെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വണ്ടി ആദ്യമേ തന്നെ സെൻട്രൽ സ്റ്റാൻഡിൽ വെക്കുക. നിരപ്പായിട്ടുള്ള ഒരു തറയിൽ വേണം വണ്ടി സെൻട്രൽ സ്റ്റാൻഡിൽ വെക്കേണ്ടത്. അതിനുശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുത്ത് എഞ്ചിൻ ഒന്ന് ചൂടാക്കുക. എഞ്ചിൻ കുറച്ചൊന്ന് ചൂടായതിനു ശേഷം ഇഗ്നിഷൻ കീ ഓഫ് ആക്കുക. അതിനുശേഷം കുറച്ചു നേരം ഓയിൽ അടിയുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എഞ്ചിൻ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ സെൻട്രൽ സ്റ്റാൻഡ് അടിച്ച് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് നമുക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് വാം കണ്ടീഷനിൽ വേണം ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഓയിൽ മൊത്തമായി അടിഞ്ഞതിന് ശേഷം സൈഡിലത്തെ വിൻഡോ ഗ്ലാസിൽ കൂടി നമുക്ക് ഓയിലിന്റെ ലെവൽ പരിശോധിക്കാവുന്നതാണ്. ഹിമാലയൻ വണ്ടിയിൽ മാക്സിമം ലെവലിന് ഒപ്പവും മാക്സിമം ലെവൽ ക്രോസ് ചെയ്യാത്ത രീതിയിൽ വേണം ഓയിലിന്റെ ലെവൽ നിൽക്കേണ്ടത്. വിൻഡോ ഗ്ലാസിന്റെ സൈഡിലായിട്ട് ആ കാണുന്ന രണ്ട് വരകളാണ് മിനിമം ലെവലും മാക്സിമം ലെവലും കണക്കാക്കുന്നത്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ നോക്കിയാൽ കാണാം, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്തതിന് ശേഷം എഞ്ചിൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിനുശേഷം എഞ്ചിൻ ഒന്ന് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം ഓയിൽ അടിയാനുള്ള സമയം കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ കാണാം മാക്സിമം ലെവലിന് കുറച്ച് കൂടുതലായിട്ടാണ് ഓയിലിൻ്റെ ലെവൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഓയിലിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു ഓയിലിൻ്റെ അളവ് കുറച്ച് മാക്സിമം ലെവലിന് ഒപ്പം വരുന്ന രീതിയിൽ എത്തിക്കേണ്ടതാണ്. ഈ കാണുന്ന ലൈനിൻ്റെ മിനിമം മുതൽ മാക്സിമം വരെയുള്ള ഓയിലിന്റെ അളവ് വരുന്നത് 350 മില്ലിയാണ്. ഓയിൽ ലെവൽ ഓവറായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എഞ്ചിന്റെ പ്രവർത്തനത്തെയും തേയ്മാനത്തെയും ബാധിക്കുന്നതാണ്. ഓയിൽ ഓവറായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഗിയർ ടൈറ്റും ഓയിൽ ലീക്കേജ് എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിലും മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.